ഉത്തര കൊറിയയുടെ പ്രേതക്കപ്പൽ ഇറാനിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ആയുധങ്ങൾ വഹിച്ച കപ്പലാണ് ഉത്തര കൊറിയയിൽ നിന്ന് ഇറാനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. ഇതിൽ ഉത്തര കൊറിയയ്ക്ക് ഇതിലുള്ള താല്പര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ എല്ലാ കാലത്തെയും ശത്രുവാണ് ഉത്തര കൊറിയ എന്ന് പറയുന്നത്. കിം ജോങ് ഉൻ അത് കൃത്യമായ രീതിയിൽ പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ കൊറിയ നിർമ്മിക്കുകയും ആ നിർമ്മിച്ച മിസൈലുകൾ അത്രയും ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് മാത്രമല്ല, ആണവായുധം ഘടിപ്പിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ തങ്ങളുടെ അടുക്കളയിൽ നിന്ന് അമേരിക്കയെ ആക്രമിക്കും എന്നൊരു മുന്നറിയിപ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ കിം ജോങ് ഉൻ പറയാറുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് കൊറിയ ഇതിനെ കാണുന്നത്, ഇതിനെ ഉപയോഗിക്കുന്നത് രണ്ട് തരത്തിലാണ്. അമേരിക്ക തകർക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ്. ആത്യന്തികമായ രീതിയിൽ അവർ പല ഘട്ടത്തിൽ അത് പറയാറുണ്ട്. ആഗോള ആധിപത്യം തകരുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ ഇല്ലാതാകണമെങ്കിൽ അവരുടെ സർവാധിപത്യവും ഒരു രാജ്യത്തേക്ക് കടന്നു കയറിയാലും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള ആ എളുപ്പ വഴികൾ, റൂട്ടുകൾ അത് തടയപ്പെടേണ്ടതാണ്. അതിനിപ്പോൾ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ഇറാൻ സ്വീകരിച്ച അല്ലെങ്കിൽ ഇറാൻ്റെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഉന്ന് പ്രാധാന്യം നൽകുന്നത് എന്ന് ചുരുക്കം. ഉത്തര കൊറിയയുടെ ആണവ മിസൈലിൻ്റെ പരീക്ഷണത്തിന് വേണ്ടി അവർ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി മിസൈലുകൾ വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത കോലത്തിലുള്ളതെല്ലാം ഉത്തര കൊറിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരത് പരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ശത്രുവിൻ്റെ മേൽ പരീക്ഷണം നടത്തുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ശക്തി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പോൾ പല മിസൈലുകൾ യഥാർത്ഥത്തിൽ അമേരിക്ക മിസൈൽ ആക്രമണം ഇറാനിൽ നടത്തുന്നുണ്ട്, ഇസ്രായേൽ മിസൈൽ ആക്രമണം ഇറാൻ നടത്തുന്നുണ്ട്, ഇസ്രായേൽ മിസൈൽ ആക്രമണം ലെബനാനിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തെ കവച്ചു വെട്ടാൻ അതൊന്നും സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യയും അതിൻ്റെ മികവും ലോകോത്തര നിലവാരമുള്ളതാണ് ഇറാൻ്റെത്. ലോകത്ത് ഇറാനെ കവച്ചു വെച്ചിട്ട് മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു രാജ്യത്തിൻ്റെ പേര് പോലും പരാമർശിക്കാൻ പറ്റും. ആ തരത്തിൽ സാങ്കേതിക തനിമയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള നിർമ്മിതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമാനമായ രീതിയിൽ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇതിന് മുൻപ് കുറേ അവകാശപ്പെട്ടിട്ടുണ്ട്. അവരുടെ കടലിലും മരഞ്ചരിവിലൊക്കെ ഇത് പരീക്ഷ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ശത്രുവിൻ്റെ മുഖത്ത് പരീക്ഷ നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ പ്രഹരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകുന്ന സമയത്ത് മാത്രമാണ് ഇതിൽ എത്ര വിജയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക എന്ന് ഇതിനിടയിൽ തന്നെ ഉന്ന് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ നമ്മൾ നിർമ്മിച്ചു നമ്മുടെ നാട്ടിൽ തന്നെ പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ല. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. പ്രതിരോധ സംവിധാനത്തിൽ ഏറ്റവും കുറ്റമറ്റത് എന്ന് ഇസ്രായേൽ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനമായിരുന്നു. അതിനെ തകർത്തെറിയാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ മിസൈൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാങ്കേതികവിദ്യ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ, തങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ മിസൈൽ ഇറാന് നൽകണം. അങ്ങനെ മിസൈലും വഹിച്ചുകൊണ്ടുള്ള പ്രേത കപ്പലാണ് ഇറാനിലേക്ക് പുറപ്പെട്ടത് എന്നുള്ളതാണ്. അതിന് എന്തെങ്കിലും വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അവർ ഈ പുറം കടലിൽ വെച്ചോ മധ്യകടലിൽ വെച്ചിട്ടോ എന്ത് ചെയ്യും, ഈ ആയുധങ്ങൾ മറ്റ് കപ്പലിലേക്ക്, യാത്രാ കപ്പലിലേക്കോ അതല്ലെങ്കിൽ ചരക്ക് കപ്പലിലേക്കോ കൈമാറുകയും ചെയ്യും. ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് അതൊക്കെ. അന്താരാഷ്ട്ര പാതയിൽ വെച്ച് അക്രമം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആക്രമിക്കരുത് എന്നുള്ളൊരു നിയമം ഉള്ളത് കൊണ്ട് അമേരിക്ക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇതിന് മുമ്പത്തെ സാഹചര്യമാണെങ്കിൽ ഒരു ആക്രമിച്ചു എന്ന് വരും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അന്താരാഷ്ട്ര പാതയിൽ വെച്ച് ഒരു കപ്പലിനെ ആക്രമിക്കുന്നത് ഗുരുതരമായിരിക്കുന്ന ആഘാതം അവർക്ക് തന്നെ ഉണ്ടാവും, തിരിച്ചടി ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്ര ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് കൈമാറ്റം നടക്കൂ എന്ന് ചുരുക്കം. അപ്പോൾ ഇതിലെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഈ കൊറിയയുടെ സാങ്കേതിക വിദ്യ ഇറാന് കൈമാറുകയും ഇറാൻ്റെ സാങ്കേതിക വിദ്യ ഇങ്ങോട്ട് കൈമാറി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുക. കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യത്തിൻ്റെയും മുഖ്യ ശത്രു അമേരിക്കയാണ് എന്നതുകൊണ്ട് പിന്നീട് ശത്രുവിനെതിരെ ശക്തി സംഭരിക്കുക എന്നുള്ളത് രണ്ട് രാജ്യത്തെയും സംയുക്തമായ രീതിയിൽ ചെയ്യേണ്ടതാണ് എന്ന ഒരു നിലപാടിലേക്ക് രണ്ട് രാജ്യങ്ങളും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാനുമായിട്ട് വലിയ രീതിയിൽ ബന്ധം, പതിറ്റാണ്ടുകൾ മുമ്പുള്ള ബന്ധമാണ്. അയത്തുള്ള അലി ഖംനയുടെ മരണത്തിൽ വലിയ രീതിയിൽ ദുഃഖം രേഖപ്പെടുത്തിയ ആദ്യത്തെ രാജ്യമാണെങ്കിൽ നമുക്ക് കൊറിയയുടെ പേര് പറയാൻ വേണ്ടി പറ്റും. തങ്ങൾക്കൊരു പിതാവ് നഷ്ടപ്പെട്ട പോയ രീതിയിലുള്ള ഒരു പ്രയാസം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഉന്ന അതിന് മറുപടി നൽകിയത്. ഇപ്പോൾ അവിടെ കൊറിയയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയം വരുന്നത് ദക്ഷിണ കൊറിയ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. ഈ ഉത്തര കൊറിയ എന്ന് പറയുന്ന സമയത്ത് അതിന് നേരെ എതിരാണ്, അമേരിക്ക വിരുദ്ധമാണ്. അപ്പോൾ ദക്ഷിണ കൊറിയയിൽ ഈ സ്ഥാപിച്ചിരിക്കുന്ന താഡ് സിസ്റ്റം, പ്രതിരോധ സംവിധാനം അമേരിക്കയുടെയാണ് താഡ് സിസ്റ്റം. അത് അവിടുന്ന് അയച്ചു മാറ്റിക്കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. അതിൽ വലിയ രീതിയിലുള്ള എതിർപ്പായിട്ട് ഈ ദക്ഷിണ കൊറിയ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഉത്തര കൊറിയ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അത് വലിയ രീതിയിലുള്ള കാരണമാകും ഒഴിവാക്കണം എന്നുള്ളത്.
അമേരിക്ക പറയുന്നത് ഇപ്പം യുദ്ധം നടക്കുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് കൈ മലർത്തുന്ന രീതിയിലാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരുടെ താട് സിസ്റ്റങ്ങൾ അപ്പാടെ എടുത്ത് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളൊരു പരാതിയും പരിഭവവും ഇതോടനുബന്ധിച്ച് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അമേരിക്കക്ക് ആകെ ഉള്ളത് ഏകദേശം 10 താട് സിസ്റ്റങ്ങളാണ്. അതിൽ 9 താട് സിസ്റ്റം എന്നും പറയുന്നുണ്ട്, ചില റിപ്പോർട്ടിനകത്ത് 10 എന്നും കാണാൻ വേണ്ടി പറ്റുന്നു. ഇതിൽ ഏകദേശം 5 എണ്ണം സ്ഥാപിക്കപ്പെട്ടത് ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിലാണ്. അതിൽ 3 അല്ലെങ്കിൽ 4 ഇറാൻ തകർത്തിട്ടുണ്ട്, മിസൈൽ പായിച്ചുകൊണ്ട് തകർത്ത് പൊടിപടലങ്ങളാക്കി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള ഈ പ്രതിരോധ സിസ്റ്റം കൊണ്ട് ആ ദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിരന്തരം ഇറാനി തോന്നുന്ന സമയത്ത് ഇങ്ങനെ മിസൈൽ ഇട്ടുകൊണ്ട് നിൽക്കുക. ഇന്നലെ 18ഓളം മിസൈലുകൾ, ഡ്രോണുകൾ തങ്ങൾ തകർത്തിട്ടുണ്ട് സൗദി അറേബ്യ പറയുന്ന സമയത്ത്. അപ്പോൾ അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ, അല്ലെങ്കിൽ എണ്ണം കൂടുതൽ പിന്നെ കുറച്ച് പറഞ്ഞാണോ അതും അറിയില്ല. ഏതാണെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇട്ടുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ അവർ ഡ്രോൺ ഇടും, അതല്ലെങ്കിൽ മിസൈൽ ഇടും, എന്തെങ്കിലും പ്രവൃത്തികൾ ഇറാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഇറാൻ ആയുധം നൽകുന്ന നടപടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എല്ലാ കാലത്തും നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അമേരിക്ക. അത് കപ്പൽ നിരീക്ഷണം, ആകാശ നിരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും പരിപാടികൾ നടക്കാറുണ്ട്. ഇപ്പോൾ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തും എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അത് ഇറാൻ മാത്രമല്ല ആ യുദ്ധത്തിലുള്ളത് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇവിടെ ഇസ്രായേലും അമേരിക്കയും ഉണ്ട്. മറ്റ് ചില രാജ്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അവസ്ഥകൾ നോക്കുന്ന സമയത്ത് അമേരിക്കക്കെതിരെ ആന്തരികമായി വലിയ രീതിയിലുള്ള ആയുധ സഹായങ്ങളും സംവിധാനങ്ങളും ഇറാനിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് കടൽ മാർഗമാണ്. അതാണ് വളരെ എളുപ്പത്തിൽ നടക്കുന്നത്. അപ്പോൾ കടൽ മാർഗത്തിലൂടെ എത്തുന്ന സമയത്ത് പിന്നീട് മധ്യകടലിൽ വെച്ചിട്ട് ഈ റഡാർ സിസ്റ്റത്തിൽ കാണാത്ത രീതിയിലോ മറ്റെന്തോ അവർ ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് വസ്തുക്കൾ മറ്റ് കടലിൽ നിന്ന് ബോട്ടിലേക്കോ മറ്റ് കപ്പലിലേക്കോ മാറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇറാൻ്റെ കപ്പൽ ശ്രീലങ്കയുടെ ഭാഗത്ത് വെച്ചിട്ട് അമേരിക്ക തകർത്തു. ആ തകർത്തത് ലോകാടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിൽ വിമർശനം അമേരിക്ക കേൾക്കാനിടയായി. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിനെ, അത് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത കപ്പൽ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങളില്ലാത്തൊരു കപ്പൽ, അത് എവിടേക്കാണ് വരുന്നത്? മറ്റൊരു സൗഹൃദ രാജ്യം, ഇന്ത്യയിൽ നിന്ന് പോയ കപ്പലാണ്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്ക വഴി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചതി പോലെ, യുദ്ധമുഖത്തുള്ള കപ്പലാണെങ്കിൽ ഓക്കെ, അവർ കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവർ യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ടാവും, ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ടാവും, അതിനനുസരിച്ച് നിൽക്കും. അതായത് ഇപ്പോൾ അബ്രഹാം ലിങ്കന്റെ കപ്പൽ അറേബ്യൻ കടലിൽ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നു. ഈ കപ്പലിലുള്ള സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം പ്രതീക്ഷിക്കുന്നവരാണ്, എപ്പോൾ ഏത് സമയത്ത് വരാം. അത് അവർ തയ്യാറായി നിൽക്കുന്നുണ്ട്. 4 മിസൈൽ പതിച്ചിട്ടുണ്ടെന്ന് അവരെന്നെ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള അവർക്കറിയാം, ജീവാപായം ഉണ്ടാവും എന്നുള്ളത് അറിയാം. യുദ്ധമുഖത്താകുന്ന സമയത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത് കൊണ്ട് അവരങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം. ഇത് സൈനിക പ്രാക്ടിക്കൽ നൽകി, അതല്ലെങ്കിൽ ഈ റെസ്ക്യൂ ടീമിനെ പോലെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കലാണ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചത് ഈ പറയപ്പെട്ട കപ്പൽ. ഇത് ഒരു കപ്പൽ മാത്രമല്ല, 21ഓളം രാജ്യങ്ങളെ കപ്പൽ പങ്കെടുത്തിട്ടുണ്ട്. അമേരിക്കൻ കപ്പലാണ് പങ്കെടുക്കാത്തത്. അമേരിക്കൻ കപ്പൽ പങ്കെടുക്കാതിരുന്നത് ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണെന്നറിയാം, വളരെ തന്ത്രപരമായിട്ട് അവർ ഒഴിഞ്ഞു മാറിയതാണ് എന്നുള്ളതാണ്. കാര്യം ഇവർക്ക് ഈ പറയപ്പെട്ട കപ്പലിനെ ആക്രമിക്കണം, ഇറാൻ്റെ കപ്പലിനെ അവർക്ക് ആക്രമിക്കണം. ആക്രമിച്ച് കഴിഞ്ഞാൽ വല്ലാതെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയുടെ ഈ കപ്പലിന് നേരെ ആക്രമണം വരും. അത് മുൻകൂട്ടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തു? ആ കപ്പൽ തന്നെ ഈ പ്രാക്ടിക്കലിൽ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കപ്പൽ അവർ കൊണ്ടുവന്നിട്ടില്ല. അവരുടെ സൈനികരിൽപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട്, മറ്റു മാർഗം ഉപയോഗിച്ച്, വിമാന മാർഗമാണ് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ മുൻകൂട്ടി കണ്ട് ആസൂത്രണം ചെയ്ത് തയ്യാറാക്കപ്പെട്ട പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ ഇപ്പോൾ ആശങ്കയുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ കൊറിയയായിട്ട് ബന്ധപ്പെട്ട ആ വിഷയം. കൊറിയയോട് ഉടക്കാൻ വേണ്ടി പറ്റില്ല, ഉടക്കിയാൽ അവർ മുൻകൈ നോക്കാതെ മുമ്പും ബേക്കും നോക്കാത്ത രീതി അവർ ആക്രമിക്കുന്ന ഉറപ്പാണ്. പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ ആയിരിക്കും അമേരിക്കയിൽ ആണവായുധം പ്രയോഗിക്കുക എന്ന് അഭിമാനത്തോടു കൂടി പല ഘട്ടങ്ങളിലും പറഞ്ഞിരിക്കുന്ന രാജ്യത്തിൻ്റെ നേതാവാണ് കിം ജോങ് ഉൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് വലിയ രീതിയിലുള്ള പേടിയുണ്ട്. മാത്രമല്ല, അന്താരാഷ്ട്ര പാതയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ വരും എന്നുള്ളത് അമേരിക്കയും പേടിക്കുന്നു. ഇങ്ങനത്തെ സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലൂടെയാണ് ഈ മേഖല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം.